ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അടിമുടി മോഷണ മുതലുകളുടെ ആകത്തുകയാണ്. പടച്ചോൻ പോലും മോഷണ മുതലാണ്. ഇസ്ലാം അതിൻ്റെ തലനാരിഴകീറി പരിശോധിച്ചാൽ പോലും സമാധാനത്തിന്റെ ഒരു കണിക പോലും കാണാൻ സാധിക്കില്ല. തന്നെയുമല്ല, ഇസ്ലാമിക പ്രമാണങ്ങളിലൂടെ ഇസ്ലാമിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അടിമുടി രക്തരൂക്ഷിതമാണ്. കലാപവും കൊള്ളയും കൊലയും ഭീകരവാദവും ബലാത്സംഗവും തീവ്രവാദവും എന്ന് തുടങ്ങി അതിൽ നിന്നും മുക്തമാക്കി ഇസ്ലാമിനെ നേർപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഇസ്ലാമിക പ്രമാണങ്ങളിലൂടെ കണ്ണോടിക്കുമ്പോൾ നമുക്ക് ഈ ഭീകരതയില്ലാതെ ഇസ്ലാമിനെ ദർശിക്കാൻ സാധിക്കില്ല. അള്ളാഹു പടച്ചോൻ ആരുടേതാണ്? ഈ പടച്ചോൻ അള്ളാഹു കുരുക്ഷേത്രകളുടെ ഇവര് കുരുക്ഷേത്ര, കൗരവപ്പട, മഹാഭാരതം ഇങ്ങനെയൊക്കെ ഇവര് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബദർ യുദ്ധം ഇത് അങ്ങനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പലതും പറയും. എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നും ബാലൻസ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൂടി വിമർശിച്ചാലേ ഒരു യുക്തിവാദം പൂർണ്ണമാകൂ എന്നാണ് നിങ്ങളുടെ ആശയമെങ്കിൽ നിങ്ങൾ വിരിക്കുന്ന വലയിൽ ഞാൻ വന്ന് വീഴുമെന്ന് ധരിക്കരുത്. നിങ്ങളുടെ അംഗീകാരം എനിക്ക് വേണ്ട. ആരുടെയും അംഗീകാരത്തിനു വേണ്ടിയോ എന്തെങ്കിലും നക്കാപ്പിച്ച് കിട്ടുന്നതിനു വേണ്ടിയോ ഇസ്ലാമിനെ വിമർശിക്കാൻ ഇറങ്ങിയ ആളല്ല ഞാൻ. ഇസ്ലാമിനെ അടിമുടി തലനാരിഴകീറി പരിശോധിച്ച് ഇതിലെ മാനവിക വിരുദ്ധതകൾ മനസ്സിലാക്കി അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനും ഈ രാജ്യത്തെ ഇസ്ലാമിക തീവ്രവാദത്തിൽ നിന്നും ഭീകരവാദത്തിൽ നിന്നും രക്ഷപ്പെടുത്താനും ഇറങ്ങിത്തിരിച്ചതാണ്. മുഹമ്മദ് മക്കയിൽ വരുമ്പോൾ അവിടത്തെ ഖുറൈശി എന്ന് പറയുന്ന ഗോത്രക്കാർ ആരാധിച്ചിരുന്ന 360ഓളം വിഗ്രഹങ്ങളിൽ ഒരു വിഗ്രഹമാണ് അല്ലോഹു. അതിനെ ഇവരൽപ്പം ഒന്ന് പരിഷ്കരിച്ച് അല്ലാഹു എന്നൊക്കെ ആക്കി മാറ്റി മുഹമ്മദ് അണ്ണൻ കട്ടെടുത്തതാണ്. അതുപോലെ ഖുർആൻ, ഈ ഖുർആൻ നമുക്കറിയാം, വറഖത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്ന ഖദീജയുടെ ഒരു റിലേറ്റീവ്, ആ കാലഘട്ടത്തിലെ ജൂത പണ്ഡിതൻ, ബഹുഭാഷാ പണ്ഡിതൻ, ഹീബ്രു ഭാഷയിലൊക്കെ നന്നായി എഴുതാനും ഗ്രന്ഥങ്ങൾ എഴുതാനും വരെ കഴിവുണ്ടായിരുന്ന വ്യക്തി. അദ്ദേഹമാണ് തോറയിലെയും ബൈബിളിലെയും ഒക്കെ കഥകൾ മുഹമ്മദ് അണ്ണന് പഠിപ്പിച്ചു കൊടുത്തത്. അതിൽ നിന്നാണ് ഈ ഖുർആൻ ഇത്രയധികം ഈ ഗ്രന്ഥങ്ങളിലെ കോപ്പിയടികൾ വന്നത്. മൊത്തം കോപ്പിയടി. ഈ ബാങ്ക് വിളി ഉണ്ടല്ലോ, അശ്ശൈത്വാനു അക്ബർ അശ്ശൈത്വാനു അക്ബർ, അള്ളാഹുവിനേക്കാൾ എത്രയോ നല്ലതാണ് ഷെയ്ത്ത്, പിശാച്. അള്ളാഹു എന്ന് പറഞ്ഞാൽ പിശാചിനേക്കാൾ 100 ഇരട്ടി മ്ലേച്ഛനാണ്. മറ്റത് കാരുണ്യമുണ്ട്, മനുഷ്യത്വമുണ്ട്, സഹജീവികളോട് കരുണയുണ്ട്, അവരെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എല്ലാവരും ഞെക്കിപ്പിഴിഞ്ഞ് എന്നെ തന്നെ പുകഴ്ത്തണം 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 എന്ന് പറഞ്ഞ് യാതൊരു വിധത്തിലുള്ള അത്തരം ധാർഷ്ട്യങ്ങളോ എന്നെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന അഹംഭാവങ്ങളോ അഹങ്കാരങ്ങളോ താൻ പ്രമാണിത്തമോ സ്വേച്ഛാധിപത്യമോ ഒന്നുമില്ലാത്ത പിശാച്. നിനക്ക് സിനിമ കാണണോ? അത് കാണുമ്പോൾ നിനക്ക് സന്തോഷം കിട്ടുന്നുണ്ടോ? കണ്ട്രാ പിശാച്. നിനക്കാടണോ പാടണോ വരയ്ക്കണോ എഴുതണോ ഡാൻസ് കളിക്കണോ ആകാം. നല്ല ആശയമാണ് പിശാചിൻ്റെത്. അപ്പോ ജൂതന്മാരുടെ ആരാധനാ രീതിയാണ് ഈ ബാങ്കുവിളി. 5 നേരത്തെ നമസ്കാരം സ്വരാഷ്ട്രീയൻ മതക്കാരുടേത് അടിച്ചു മാറ്റിയതാണ്. സ്വരാഷ്ട്രീയൻ മതഗ്രന്ഥങ്ങളിലുള്ള അവരുടെ പുണ്യപുരുഷനായ ആർത്തവിരാഫ് നടത്തിയ ആകാശയാത്രയുടെ കോപ്പിയാണ് മുഹമ്മദ് അണ്ണന്റെ ബുറാക്ക് എന്ന് പറയുന്ന സുന്ദരിയായ ഒരു പെണ്ണിന്റെ പുറത്ത് കയറിയിട്ടുള്ള മിഹ്റാജ് യാത്ര.
അതാണ് സ്വർഗത്തിൽ പോയ കഥ. മുസ്ലിങ്ങള് ധരിക്കുന്ന തൊപ്പിയുണ്ടല്ലോ, ജൂതന്മാരുടേതാ. പർദ ജൂതന്മാരുടേതാ. എല്ലാത്തിനും പിന്നിൽ ജൂതനാണെന്ന് ഇവര് പറയാറില്ലേ? ജൂതന്റേത് അടിച്ചു മാറ്റിയതാ. നമുക്ക് ഇസ്ലാം മതം പ്രചരിപ്പിക്കാനും മതപ്രഭാഷണങ്ങൾ നടത്താനും വരെ ജൂതന്റെ മീഡിയ വേണം. അത് ഉപയോഗിച്ചിട്ട് തന്നെ ജൂതനെ തെറിയും പറയും. ഇത് തന്നെയാണ് ഹമാസും ചെയ്തത്. ജൂതന്മാരുടേത് വാങ്ങി നക്കി മുക്കിയിട്ട് പിന്നീട് ജൂതന്മാർക്കിട്ട് തന്നെ പണിഞ്ഞാൽ അവര് തിരിച്ച് പണി കൊടുക്കാതിരിക്കുമോ? ഇതാണ്. അവിടെ പൊടിമണ്ണ്, പൊടിക്കാറ്റ്, കടപ്പുറത്തുനിന്ന് ഇങ്ങനെ കാറ്റ് പറന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ മണൽക്കാറ്റ് പുതയുന്ന സമയത്ത്, മണലില് കാറ്റ്, മണ്ണും കാറ്റും എല്ലാം കൂടി ഇങ്ങനെ വരുമ്പോഴേക്ക് കണ്ണൊക്കെ അടഞ്ഞു പോകുമല്ലോ. അതുപോലെ കാല് മണ്ണില് പതിയുന്ന സമയത്ത് ആ ഭാഗം മണ്ണിലൊരഞ്ഞ് വസ്ത്രം കീറും. അത് കീറാതിരിക്കുന്നതിന് വേണ്ടിയാണ് അറബികൾ കണങ്കാല് വരെ മാത്രമുള്ള വസ്ത്രം ധരിച്ചത്. അതും ഇസ്ലാം മോഷ്ടിച്ചെടുത്തു. കാരണം കുറച്ച് മുകളിലോട്ടാണ് തുണി നിന്നതെങ്കിൽ പിന്നെ കാല് താഴോട്ട് പൂണ്ടുപോയാലും കുഴപ്പമില്ലല്ലോ, വസ്ത്രം ഒരുപാട് വലിച്ചഴിക്കരുത് എന്ന രൂപത്തിൽ. അങ്ങനെയാണ് അവർ കണങ്കാല് വരെ മാത്രം പാൻറ്റും ഉടുപ്പും ഒക്കെ ധരിച്ചത്. അത് മോഷ്ടിച്ചു. പിന്നെ കളവ്, വഞ്ചന, പിടിച്ചുപറി, മോഷണം, ഉഡായിപ്പ്, തട്ടിപ്പറി, അതുപോലെ കള്ളം, കൊള്ള, കൊല, ബലാത്കാരം, ഇതെല്ലാം ഇല്ലെങ്കിൽ ഇസ്ലാം ഇല്ല. അപ്പോ മണലില് ഈ കാറ്റും മണ്ണും കൂടി പറന്ന് മുഖത്തൊക്കെ മണ്ണ് പറ്റും കാറ്റില്. അത് പിന്നീട് വായിലേക്ക് വരും. അത് ഒഴിവാക്കാനാണ് മീശ വേണ്ടാന്ന് തീരുമാനിച്ചത്. അതും കണ്ടെടുത്തു. മണൽ ഉടുപ്പിന്റെ കഴുത്തുഭാഗം വഴി അകത്തേക്ക് വീഴാതിരിക്കുന്നതിന് വേണ്ടി താടി പിന്നില് മുടിയും നീട്ടി വളർത്തിയ മരുഭൂമിയിലെ അറബികളുടെ ജീവിത രീതി കൊടുങ്കാട്ടിൽ കഴിയുന്ന മുസ്ലിമും കാക്കേണ്ടി വന്നു. അതായത് ഗൾഫ് കൺട്രിയിലെ വസ്ത്രധാരണം അവരുടെ ആ സാഹചര്യത്തിനനുസൃതമായിട്ടുള്ളതാ. അത് ഇവരിങ്ങ് കട്ടെടുത്തു. ഇവിടെ ഈ നാട്ടിൽ ഇതിന്റെ ഒരാവശ്യവുമില്ല. വെള്ളം കുടിക്കുമ്പോൾ ഒരു കൈ കൊണ്ട് കുടിക്കുകയും മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ തട്ടി ഇങ്ങനെ ഒരു സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യുന്നത് ജൂതന്മാരുടെ ആചാരമാണ്. പിന്നെ സിർക്കംസിഷൻ, അതും ജൂതന്മാരുടേത് അടിച്ചു മാറ്റിയതാ. സുന്നത്ത് കല്യാണം. പിന്നെ മുഹമ്മദ് നബിക്ക് 23 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഇമ്രുൽ ഖൈസ് എന്ന ഒരു കവി ഇമ്രുൽ ഖൈസ്, നമുക്കൊക്കെ പഠിക്കാനുണ്ടായിരുന്നു ആ കവിത. ആ കവിതയുടെ ഒരു സങ്കല്പമാണ് ചന്ദ്രൻ പിളർന്നു എന്നത്. ഇല്ല, പല്ലിശാസ്ത്രം പോലെ അതും മാന്തിയെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് മുഹമ്മദ് അണ്ണൻ സ്ഥാപിച്ചെടുത്തു. സുമേറിയൻ സംസ്കാരത്തിലെ പെൺദൈവമായ ലമാസു എന്ന പകുതി മനുഷ്യനും പകുതി മൃഗവുമായിട്ടുള്ള രൂപത്തെ കട്ടെടുത്ത് ഒരു ബുറാക്കിനെ ഉണ്ടാക്കിയെടുത്തു. ഖുർആൻ എന്ന വാക്ക് പോലും അടിച്ചു മാറ്റിയതാണ്. ചെറിയ പ്രാർത്ഥനകളുടെ ബുക്ക് എന്നർത്ഥം വരുന്ന ഖുർആൻ എന്ന സിറിയൻ വാക്കാണ്. ഇവർക്കൊന്നും സ്വന്തമായിട്ടില്ല. ഒന്നും വിചാരിക്കരുത്. ഈ മതത്തിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത് തന്നെ മോഷണമാണ്. അപ്പോ ഈ മതം ജനങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ ചില വെകിളി പിടിച്ച ആളുകൾക്ക് കുരു പൊട്ടുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ മതം എന്തോ ചക്കരയാണെന്ന് വിചാരിക്കുന്ന കുറച്ച് പാവത്തുകളുണ്ട് ഇവിടെ. പെട്ടെന്നൊന്നും വെളിവ് വരത്തില്ല. നമ്മുടെ നാടിന്റെ പൊതുബോധം അങ്ങനെയല്ലേ. സാരമില്ല, ഇന്നും നാളെയും ഒന്നും നിങ്ങൾക്ക് വെളിവ് വരണമെന്നൊരു നിർബന്ധവുമില്ല. പക്ഷേ നമുക്ക് വെളിവ് വരുത്താനുള്ള നടപടികൾ തുടരാം. നന്ദി.